ഇനിയിപ്പോൾ കലോത്സവ നഗരിയിലേക്കൊന്ന് പോവുകയാണ്. നിഖിൽ മലപ്പട്ടം തയ്യാറായിട്ടുണ്ട്. നിഖിലിനൊപ്പം മന്ത്രി വി ശിവൻകുട്ടി കൂടി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കാണികൾക്ക് മുമ്പേ തന്നെ മത്സരം വീക്ഷിക്കാനായി മന്ത്രി അവിടെ എത്തിയിരിക്കുകയാണല്ലേ നിഖിൽ? തീർച്ചയായും അതെ. ഇന്ന് കലോത്സവത്തിന്റെ 3-ാം ദിനം കൃത്യം 9:30 തന്നെ മത്സര ഇനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വേദി 1-ൽ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ എത്തുമ്പോൾ കാണികൾക്കും മത്സരാർത്ഥികൾക്കും മുന്നേ ഇവിടെ ഒരാളുണ്ടായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി കാണികൾക്കും മത്സരാർത്ഥികൾക്കും മുൻപേ തന്നെ ഒരുപക്ഷെ ഈ കലോത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിനിസ്റ്റർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ആദ്യം കാണുന്നത് മിനിസ്റ്ററെ ആയിരുന്നു. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഈ 3-ാം ദിനം പോകുന്നത്? എല്ലാം സുഗമമായി നടക്കുന്നുണ്ടോ? ഞാൻ യഥാർത്ഥത്തിൽ മുഖ്യവേദിയിൽ പോയിരിക്കുകയാണ്. ആശ്രാമ മൈതാനിയിൽ ONV സ്മൃതി മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. കൃത്യം 9:30 തന്നെ ഇവിടെ പരിപാടി ആരംഭിച്ചു. 24 സ്റ്റേജിലും 9:15 ജഡ്ജസ് ഹാജരായി. ഇങ്ങനെ അപ്പീലുള്ള സ്ഥലത്ത് മാത്രമാണ് ഇന്നലെ സമയം വൈകിയത്. മുഖ്യമായിട്ട് നാടകം ഇനത്തിൽ ബാക്കിയെല്ലാം കൃത്യസമയത്ത് തന്നെ പോവുകയാണ്. കുട്ടികൾക്കാർക്കും പരാതിയില്ല, നാട്ടുകാർക്ക് പരാതിയില്ല, രക്ഷകർത്താക്കൾക്ക് പരാതിയില്ല. സാറിന് ഭക്ഷണത്തിന് പരാതി ഉണ്ടാവാറുണ്ട്, ഫലപ്രഖ്യാപനത്തിന് പരാതി ഉണ്ടാവാറുണ്ട്. അത്തരം പരാതികളെല്ലാം കുറവാണ്. ജനങ്ങൾ കൊല്ലത്തെ ഈ 62ാമത് കലോത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് കമ്മിറ്റി കൂടി ഒരു കാരണവശാലും സമയം താമസിക്കാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെയാണ്. 8-ാം തീയതി വൈകുന്നേരം കൃത്യം 5 മണിക്ക് തന്നെ സമാപന സമ്മേളനം ചേരും. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പങ്കാളിത്തം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് എത്തിയല്ലേ? ഇന്നലെയൊക്കെ വൈകുന്നേരം ആൾത്തിരക്ക് കൊണ്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. വലിയ രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞു കൊല്ലം ഈ കലോത്സവത്തെ അല്ലേ? കൊല്ലം ഈ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇന്നലെ കണ്ട ജനക്കൂട്ടം. സംഘാടനമൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ്. ആർക്കും പരാതികളില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. സുഗമമായി തന്നെ കലോത്സവം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനാവും. ജനപ്രതിനിധികളും അധ്യാപകരും ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തുന്ന കലോത്സവം. എങ്ങനെയാണ് മിനിസ്റ്റർ കലാവേദികളിലൊക്കെ എത്തി കലാരൂപങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഇതല്ലാതെ മറ്റു വേദികളിലൊക്കെ പോകുന്നുണ്ടോ? ഇന്ന് മറ്റു വേദികളിലൊക്കെ പോകാൻ സമയമുണ്ടോ? എങ്ങനെയാണ്? എല്ലാ വേദികളിലും ഇന്നലെയും പോയി, ഇന്നും ഏതാണ്ട് വേദികളിൽ പോകാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും മന്ത്രി ആ ഒരു കലാപ്രകടനം ആസ്വദിക്കുന്നതും കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ സമയബന്ധിതമായി തന്നെ മത്സര ഇനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മേക്കപ്പ് ഉൾപ്പെടെ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഒരു തരത്തിലും രുത് എന്ന കർശന നിർദ്ദേശം ഇപ്പോൾ സംഘാടകർക്ക് മന്ത്രി നൽകിയിട്ടുണ്ട്. 9:30 തന്നെ വേദികളിൽ കൃത്യം മത്സരങ്ങൾ ആരംഭിക്കും. ശരി, നിഖിൽ മലപ്പട്ടമാണ് കലോത്സവ വേദിയിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ചേർന്നത്.